മഴക്കാലത്തെ മുൻകൂട്ടി നേരിടുന്നതിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുമായി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച മിഷൻ ക്ലീൻ അപ്പ് 2026 പദ്ധതിക്ക് കാടാമ്പുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK സുബൈർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ലത ടീച്ചർ അധ്യക്ഷയായിരുന്നു. മഴക്കാലത്ത് പടരാൻ സാധ്യതയുള്ള ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിനായി പരിസര ശുചിത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മഴ ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ അങ്ങാടികളും പൊതുസ്ഥലങ്ങളും ശുചീകരിക്കുന്നതിലൂടെ മലിനജലം കെട്ടിക്കിടക്കുന്നതും മാലിന്യങ്ങൾ കൂമ്പാരമാകുന്നതും ഒഴിവാക്കാനാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പരിപാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS വളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് സ്റ്റാഫ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, കാടാമ്പുഴയിലെ വ്യാപാരികൾ, വാർഡ് മെമ്പർമാർ, പ്രദേശവാസികൾ തുടങ്ങിയവരുടെ വലിയ പങ്കാളിത്തം ശ്രദ്ധേയമായി. എല്ലാവരും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരവും സമീപ അങ്ങാടികളും വൃത്തിയാക്കി. മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങൾ ശുചീകരിച്ചു. ശുചിത്വ പ്രവർത്തനങ്ങൾ സർക്കാർ മാത്രം നടത്തുന്ന കാര്യമല്ലെന്നും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ മാത്രമാണ് ഇത് വിജയകരമാകൂ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK സുബൈർ പറഞ്ഞു. മിഷൻ ക്ലീനപ്പ് മാറാക്കര എന്ന പേരിൽ മഴക്കാല മുൻ ശുചീകരണം മാറാക്കര പഞ്ചായത്ത് തുടങ്ങിയിരിക്കുകയാണ്. മാറാക്കരയിലെ വലിയ ടൗണായ കാടാമ്പുഴയിൽ തുടക്കം കുറിക്കുമ്പോൾ തൊഴിലുറപ്പിലെയും ഹരിതകർമ്മസേന, NSSലെ കുട്ടികൾ, കുടുംബശ്രീ, പഞ്ചായത്തുമായി ബന്ധം എല്ലാ മേഖലയും, പഞ്ചായത്തിലെ സ്റ്റാഫ്, ഹെൽത്ത്, എല്ലാവരും കൂടി, പൊതുജനങ്ങളും മെമ്പർമാരും എല്ലാവരും കൂടി നമ്മുടെ കാടാമ്പുഴ ക്ലീനാക്കൽ തുടക്കം കുറിക്കുകയാണ്. നമുക്ക് മഴ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വാർഡുകളിലൊക്കെ ചെറിയ ചെറിയ അങ്ങാടികൾ, അതുപോലെ നമ്മളെ സ്കൂളുകൾ, അമ്പലം, പള്ളി, അങ്ങനത്തെ ആള് കൂടുന്ന സ്ഥലങ്ങളൊക്കെ അടുത്ത ദിവസം ക്ലീൻ ചെയ്യുന്നത്. അതോടൊപ്പം എല്ലാവരും അവനവന്റെ വീടുകളെ പരിസരങ്ങളും വൃത്തിയാക്കുക. മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ ചില വാർഡുകളിലൊക്കെ ചെറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മുൻകരുതൽ എന്ന നിലക്ക് എല്ലാവരും, മാറാക്കയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുള്ള ഒരു പ്രവർത്തനമാണ്. എല്ലാവരും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എല്ലാവരെയും നന്ദിപൂർവ്വം. ഓരോരുത്തരും സ്വന്തം വീടുകളും പരിസരങ്ങളും ശുചിയായി സൂക്ഷിക്കണമെന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർദ്ദിഷ്ട സംവിധാനങ്ങൾ വഴിയാണ് നീക്കം ചെയ്യേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. മഴക്കാലത്തിന് മുൻപേ അങ്ങാടികൾ ശുചീകരിക്കുന്നതിന് മുൻകൈയെടുത്ത പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ അഭിനന്ദിച്ചു. ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ശുചിത്വബോധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മിഷൻ ക്ലീനപ്പ് മാറാക്കര പദ്ധതിയുടെ ഭാഗമായി മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകി ഇതിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം നമ്മളെല്ലാവരും ദിവസം കുളിക്കുന്നവരാണ്, പലരും 2 നേരം കുളിക്കുന്നവരാണ്. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വത്തോടൊപ്പം തന്നെ നമ്മുടെ പരിസര ശുചിത്വവും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം നമുക്കറിയാം, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ, സാംക്രമിക രോഗങ്ങളും പല അസുഖങ്ങളും നമുക്ക് വരാറുണ്ട്. അതിന് ഒരു കാരണം നമ്മുടെ പരിസരങ്ങളിൽ കൂടിക്കിടക്കുന്ന വേസ്റ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ മിടുക്കരായ ഈ വിദ്യാർത്ഥിനികളുടെ സഹകരണത്തോടും, പിന്നെ ആരൊക്കെയാണ് ഇതിനകത്തുള്ളത്, കുടുംബശ്രീ, മറ്റ് സംഘടനകൾ, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകൾ, വ്യാപാരി വ്യവസായികൾ, ഇവരുടെ എല്ലാ, ഹരിത കർമ്മസേന, ഇവരുടെ എല്ലാം സഹായത്തോടു കൂടിയിട്ട് ഈ മാറാക്കര പഞ്ചായത്തിന്റെ മുഴുവൻ ശുചീകരണ യജ്ഞവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും ഒരുപാട് പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മഴ തുടങ്ങുന്നതിന് വളരെ മുൻപ് തന്നെയാണ് ഇവർ ഇത് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. മഴ തുടങ്ങിയതിന് ശേഷം, അസുഖം വന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിന് മുൻപ് തന്നെ ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിനോടനുബന്ധിച്ച് നഴ്സസ് ഡേയുടെ ഭാഗമായി മാറാക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ 16 വർഷമായി പാലിയേറ്റീവ് കെയർ മേഖലയിലെ സേവനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുവരുന്ന സജന സിസ്റ്ററെ ജീവനം ക്യാൻസർ സൊസൈറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. രോഗികൾക്ക് കരുതലും ആശ്വാസവും പകരുന്ന അവരുടെ സേവനം സമൂഹത്തിന് മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സാമൂഹിക ഉത്തരവാദിത്തവും ജനപങ്കാളിത്തവും കൂട്ടിയിണക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ച മിഷൻ ക്ലീനപ്പ് 2026 പരിപാടി മാറാക്കര പഞ്ചായത്തിൽ ശുചിത്വബോധം ഉയർത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. മലയാളം ടെലിവിഷൻ, കാടാമ്പുഴ.